ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് ഒരു റോങ് പേഴ്സണെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സയൻസാണ്. പലപ്പോഴും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ജെന്യൂനാണോ റോങ് ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം പല ആളുകളും പല ടൈപ്പ് ഓഫ് പേഴ്സൺസ് ആണ്, പല രീതിയിൽ പെരുമാറുന്ന ആളുകളാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു 5 സയൻസ് പറയുന്നുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ആ വ്യക്തി റോങ് ആണോ അല്ലേ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറൊരാളായിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി ഒരു റോങ് പേഴ്സൺ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ആ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ക്യാരക്ടർ ബിഹേവിയർ ഒക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളായിട്ടിരിക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ ജെന്യൂനായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളായിട്ട് തന്നെ ഇരിക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്, അഥവാ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ പ്ലാനൊക്കെ ചെയ്യുമ്പോൾ ആ പ്ലാനിങ്ങിലൊന്നും നിങ്ങളിപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി വരാതിരിക്കുക. ആ വ്യക്തി നിങ്ങളെ കൂടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ അൺകോൺഷ്യസ്ലി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം ആ വ്യക്തി ആ പ്ലാനിങ്ങിലൊന്നും വരാത്തത്. അപ്പം അങ്ങനെ വരുന്നില്ല, ആ വ്യക്തി ഇല്ലാത്തൊരു പ്ലാനിങ് ആണ് പലപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ നടക്കുന്നതെങ്കിൽ അതും ഒരു സൈനാണ് ആ വ്യക്തി ജെന്യൂനായിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നുള്ളതിൻ്റെ. കാരണം ആ വ്യക്തി ഉണ്ടാകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്നതായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം മാനസികമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്ത് നിർത്തുന്നതായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്ന നിങ്ങളുടെ സക്സസ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ ആ വ്യക്തി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത്തരം പ്ലാനിങ്ങിലൊന്നും വരുന്നില്ലെങ്കിൽ ആ വ്യക്തി ഒരു റോങ് പേഴ്സൺ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, ആ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളോട് പെരുമാറുന്ന സമയത്ത്, ഇടപഴകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു നല്ല ഫീലല്ല കിട്ടുക. നേരെ മറിച്ച് നിങ്ങളെക്കുറിച്ചൊരു ബാഡ് ഫീലായിരിക്കും. എപ്പോഴും കുറവുകൾ പറയുക, അല്ലെങ്കിൽ ഇല്ലായ്മകൾ പറയുക. നിനക്ക് അതിന് കഴിയില്ല, ഇതിന് കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, യാതൊരു വിധത്തിലുള്ള അപ്രീസിയേഷനും അവരുടെ ഭാഗത്തു നിന്ന് കിട്ടാതിരിക്കുക. ഇല്ലായ്മകളെ കുറിച്ച് പറയുക. എന്താണോ അവർക്ക് ലഭിക്കാത്തത് അതിനെക്കുറിച്ച് മാത്രം പറയുക. നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനൊന്നും നന്ദിയില്ലായ്മ അഥവാ താങ്ക്സ്, ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊന്നും പറയാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്തു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ വേണ്ടേ, അല്ലെങ്കിൽ ഒരു നല്ല അഭിപ്രായം കിട്ടണ്ടേ? എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അതിന് കുറ്റം പറയുകയാണെങ്കിലോ, അത് ചെയ്തു കൊടുത്തു എന്നുള്ളത് കാണുന്നതിന് പകരം അതിന് കുറ്റമാണ് പറയുന്നതെങ്കിലോ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ബാഡായിരിക്കും ഫീൽ ചെയ്യുക, അല്ലേ? നിങ്ങൾക്ക് കഴിവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ആളാണ് എന്നുള്ള ഒരു തോന്നലൊക്കെയാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ ബാഡാണ്, നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഞാൻ ബാഡാണ് അങ്ങനെ തോന്നുകയാണെങ്കിലോ, അത് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലൂടെയും സംസാരത്തിലൂടെയാണ് തോന്നുന്നതെങ്കിൽ ആ വ്യക്തി റോങ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സൈന്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആ വ്യക്തിയെ അറിയാമെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആ വ്യക്തിയെ അറിയാമെങ്കിൽ, നിങ്ങളുടെ കൊളീഗ്സിന് ആ വ്യക്തിയെ അറിയാമെങ്കിൽ, ഇവരെല്ലാവരും ഒരേ അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ, എല്ലാവരും പറയുകയാണ് ആള് പോരാ, അല്ലെങ്കിൽ ആള് റോങ് ആണ്, ആള് ശരിയല്ല, ആള് കള്ളത്തരം കാണിക്കുന്ന ആളാണ്, ചീറ്റ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ആള് നിനക്ക് സ്യൂട്ടാവത്തില്ല. നിങ്ങളെ കൃത്യമായി അറിയുന്ന നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾ ജോലി ചെയ്യുന്ന കൊളീഗ്സ്, നിങ്ങളെ അത്രയും അടുത്തറിയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇവരെല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറയുകയാണ് നിനക്ക് സ്യൂട്ടായിട്ടുള്ള, അല്ലെങ്കിൽ നിനക്ക് യോജിച്ച ഒരു വ്യക്തിയല്ല കേട്ടോ ആ വ്യക്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരേ അഭിപ്രായത്തിലാണെങ്കിൽ ആ വ്യക്തി
റോങ് പേഴ്സൺ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങോട്ട് വിശ്വാസം ഇല്ലാത്തത് നിങ്ങൾക്ക് പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടായിരിക്കാം. പക്ഷേ പുള്ളിക്കാരൻ ഇങ്ങോട്ടും ചിലപ്പോൾ ഒരുപാട് തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കാം. ഫോൺ ചെക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ലേറ്റായി വരുമ്പോൾ എവിടെ പോയി ചോദ്യം ചെയ്യുന്നു. അങ്ങനെ പല രീതിയിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും, ട്രസ്റ്റ് ഇഷ്യൂ നന്നായിട്ടുണ്ടെങ്കിലും ആ വ്യക്തി ഒരു റോങ് പേഴ്സൺ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അഥവാ റോങ് പേഴ്സൺ എന്ന് പറയുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾക്ക് യോജിച്ച ആളല്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ റോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുമായിട്ട് തുടർന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അത്ര സ്മൂത്ത് ആയിരിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ 5 സൈൻസ് ആണ് പറഞ്ഞത്. ഇതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു. നമസ്തേ.